Hello everyone, welcome back to Raj Talks. The Silent Savior Governor, ഡയറക്ടർ ചിന്മയ് മിഥിലേക്കർ 1990 കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരു സാധാരണ ക്രൈസിസ് അല്ല. ഒരു പക്ഷേ ഇന്ന് കാണുന്ന ഇന്ത്യ ഈ രീതിയിൽ ഉണ്ടാകണമായിരുന്നെങ്കിൽ അന്ന് ഈ രണ്ടു പേർ, അതായത് ഡോക്ടർ മൻമോഹൻ സിംഗും വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന അന്നത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറും കൂടെ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്ററായി ചാർജ് എടുക്കുന്നതിന് മുൻപേ തന്നെ ശ്രീ വെങ്കിട്ടരാമൻ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ നോളേജ് എല്ലാം വെച്ച് അദ്ദേഹം ചെയ്ത ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഇന്ത്യയായി നിൽക്കുന്നതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഈ കാലഘട്ടത്തിൽ എനിക്ക് 7 വയസ്സോ 8 വയസ്സേ ഉള്ളൂ. എനിക്ക് ഇത്തരം ഒരു ക്രൈസിസിനെ പറ്റി അറിയുകയോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇൻട്രോൾ ടൈമിൽ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്ന അറിവുകളും അത് ശരിവയ്ക്കുന്നതും സിനിമയുമായിട്ട് അതിനകത്ത് കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ക്രോസ് വെരിഫിക്കേഷൻ ചെക്ക് നടത്തുമ്പോൾ ഇതൊക്കെ നമ്മൾ കടന്നു വരുന്നു. നമ്മുടെ രാജ്യം ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു വരുന്നു. മൻമോഹൻ സിംഗിനെ പറ്റിയുള്ളൊരു ഡോക്യുമെൻ്ററി പണ്ട് ദൂരദർശനിൽ ഇതിനെക്കുറിച്ച് കണ്ടതായിട്ട് ഈ ടൈമിൽ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സംഭവങ്ങളൊന്നുമല്ല. ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 90 കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഇറാഖ് വാർ, ഫ്യൂവൽ പ്രൈസ് ഹൈ, അമേരിക്കയ്ക്കാണോ ഇറാഖിനാണോ ഇന്ത്യയുടെ സപ്പോർട്ട് കൊടുക്കുന്നതെന്നുള്ള മീഡിയ ചർച്ചകളും അമേരിക്കയുടെ വ്യാകുലതയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ 2026 നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് പേ ചെയ്യേണ്ടത് എന്താ പറയുക, വാർ എവിടെയെങ്കിലും നടക്കുമ്പോൾ അങ്ങ് ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും മെൽബണിലും ഒക്കെ താമസിക്കുന്ന, അതായത് ഞാനിവിടെ ആയതുകൊണ്ട് ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേരുകൾ പറഞ്ഞതേ ഉള്ളൂ, ഈ യുദ്ധമൊക്കെ നമ്മളെയും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കയ്യിൽ നിന്ന് പൈസ പൊടിയുകയും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആ കാലഘട്ടത്തിലും ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. അത്ഭുതമാണ്. ലോകത്തിൻ്റെ ഗതി വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കാതെ അങ്ങനെ പോകുന്നു. സാധാരണക്കാരൻ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിന് ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമ കാണുമ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള മനോജ് ബാജ്പേയിയുടെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഫാമിലി തമിഴ് ബാക്ക്ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. ഫാമിലിയിൽ മധുബാല, ഒരു മകൾ, പിന്നെ വേറെയും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ബട്ട് പിവട്ടൽ ക്യാരക്ടർ മനോജ് ബാജ്പേയി ആസ് എ ഗവർണർ, എക്സലൻറ്റ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു റോള് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ഒരു സ്റ്റേജ് ആക്ടർ അല്ലെങ്കിൽ ഒരു ഡ്രാമ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ മൂവി അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ക്യാരക്ടറായിട്ട് ജീവിക്കാനുള്ള ഒരു കെൽപ്പ്, അതിന് കൊടുക്കുന്ന മാനറിസംസ്, കാര്യങ്ങൾ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതൊക്കെ പുള്ളി നല്ല എക്സലൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീ ഈസ് വെരി വെൽ എന്താ പറയുക, കൺവിൻസിങ് ഗവർണറായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. യാതൊരു ഡൗട്ടും ഇല്ല. അദ്ദേഹം കൊണ്ടുവരുന്ന സ്ട്രാറ്റജികൾ, അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്, IMF, ഇത് നമ്മൾ സന്ദേശത്തിലേ കേട്ട പേരാണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അവരോട് കടം ചോദിക്കുന്നത്, കടം ചോദിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന കുറേ തീരുമാനങ്ങളും, അവരെ കൊണ്ട് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കടത്തിലേക്ക് കൊണ്ടുവരാൻ, കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സെറ്റപ്പുകൾ, ആനുവൽ സ്പ്രിംഗ് മീറ്റിംഗ് എന്ന് പറഞ്ഞിടത്ത് നമ്മുടെ ഗവർണർ പോയി നമ്മുടെ ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നടത്തുന്നൊരു സ്പീച്ചുണ്ട്. ആ സ്പീച്ചിൽ ഇന്ത്യ ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ടാലൻറ്റ് ഓർ യങ് പൊട്ടൻഷ്യൽസ് അൺടാപ്ഡ്. 2026 എത്തുമ്പോഴും നമ്മുടെ സിറ്റുവേഷൻ അത് തന്നെയാണ്. നമുക്ക് യങ് ടാലൻസ് ഉണ്ട്. നമ്മളിപ്പോഴും പുറം രാജ്യങ്ങളിലാണ് കൂടുതലും ജീവിക്കുന്നത്. നമ്മുടെ റിസോഴ്സുകൾ പുറം രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. 90കളിലെ ഒരൊറ്റ പ്രശ്നം എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആയിട്ടില്ല. പുറം രാജ്യങ്ങളുടെ മാർക്കറ്റിന് വേണ്ടി നമ്മൾ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇന്ത്യയെ ഒരു അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്ന ഇന്നത്തെ, ഇപ്പോൾ ആ സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്നത് 5th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. അതൊരു ഗൂസ് ബംസ് മൊമെൻ്റ് തന്നെയാണ്. പക്ഷേ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിലാണ് ഇത് പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്, അതായത് RBI ഗവർണർ ഓങ്കി അടിച്ച് 1.5 ടൺ വെയിറ്റ് ഇടാന്നൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. സമ്മതിച്ചു. ഹാവിങ് സെഡ് ദാറ്റ്, ഒരു ഹൈ മൊമെൻറ്റ്സ് തരുന്നില്ല, ഒരു മേജർ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ത്രൂ ഔട്ട് ഒരു ഫ്ലാറ്റ് നറേഷൻ, ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഗവർണർ ഇടപെട്ട് അതാത് സമയത്ത് അതിനുള്ള ചെക്സും എല്ലാം കൊണ്ടുവന്ന് അതിനെ ഒരു പ്രോപ്പർ ലൈനിൽ കൊണ്ടുപോകുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഹീസ് എൻ RBI ഗവർണർ. ഫിനാൻസിൻ്റെ വേര് മുതൽ മുകളിലെ ഇല വരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ പുള്ളി. അപ്പോൾ അദ്ദേഹത്തിന് ക്ലൂസ് കിട്ടുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഒരു ക്ലൂ കിട്ടുന്നത്.
ഐ ബെഗ് ടു ഡിഫർ. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യ ഗോൾഡ് കോയിൻ സേവ് ചെയ്യുന്നതിൽ നിന്നാണ് അദ്ദേഹത്തിന് വേറൊരു ഐഡിയ കിട്ടുന്നത്. അങ്ങനൊന്നും ഒരിക്കലും ആയിരിക്കില്ല. അങ്ങനെയൊക്കെ ഒരു ഗവർണറെ കുറച്ച് കാണാൻ എനിക്ക് തോന്നുന്നില്ല. ഇവർക്കൊക്കെ ഒരു സ്ട്രാറ്റജിയും, പ്ലാനും, ഇവരുടെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെ ഇവരുടെ ലൈഫിലുണ്ടാവും. അതൊക്കെയായിരിക്കും ഇവര് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ രാജ്യത്തിനെ രക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് സിനിമയിൽ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് റിലേ ചെയ്തിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നി. ഇത്രയും വേണോ? ഇങ്ങനെയൊക്കെ കണ്ടാൽ മാത്രമേ ഒരു ഗവർണറുടെ തലയിൽ ഇങ്ങനത്തെ ബുദ്ധി ഉദിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആഹ്, ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയായിട്ടാണ് ഞാൻ കാണാൻ പോയത്. പക്ഷെ ഒരിക്കലും അല്ല. ആ കാലഘട്ടത്തിലെ ശ്രീ രാജീവ് ഗാന്ധിയുടെ മരണം, അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ അതെല്ലാം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വാജ്പേയി ഗവൺമെന്റ് വരുന്ന കാലഘട്ടത്തില് വാജ്പേയിയുടെ ഇത്, അതിനു മുമ്പുള്ള സോറി പ്രൈം മിനിസ്റ്ററിന്റെ പേര് മറന്നുപോയി. അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് ഒരുപക്ഷേ ഇനി വരുന്ന ജനത നമ്മളെ തിരിച്ചറിയും എന്ന് പറഞ്ഞ് അദ്ദേഹം ഗോ ഹെഡ് കൊടുക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ്. പിന്നെ മൻമോഹൻ സിംഗിന്റെ ഫിനാൻസ് മിനിസ്റ്ററായി ക്ലൈമാക്സിലേക്ക് വരുന്ന അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ. അപ്പോൾ അതൊന്നും ഒക്കെ തന്നെ ഇതൊരു റിയാലിറ്റി ബേസ്ഡ് തന്നെയാണ്. പക്ഷെ ഇതിലൊരു ഹൈ ഡ്രാമ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഇമ്പാക്റ്റ് കൊണ്ടുവരാനോ ആം, എന്താ പറയുക, ഒരു എൻഗേജിങ് വാച്ച് ആക്കാനോ ഈ സിനിമ ഭയങ്കരമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഹാവിങ് സെഡ് ദാറ്റ്, കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.